എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് പച്ചയും ഷാഗി സോൾജിയറിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഞാനിവിടെ 2 ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പച്ച, അടുത്തത് ഷാഗി സോൾജിയർ. കാഴ്ചയിൽ ഇവയ്ക്ക് ചില സാമ്യങ്ങൾ ഉള്ളതിനാൽ ആളുകൾക്ക് മാറിപ്പോകാറുണ്ട്. ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട് കേട്ടോ. പല വിധത്തിൽ ഇത് മാറി തിരിച്ച് ഒക്കെ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവ തമ്മിലുള്ള പ്രധാന സാമ്യങ്ങൾ ഞാൻ വിവരിക്കാം. സസ്യകുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവ രണ്ടുപേരും സൂര്യകാന്തി ഉൾപ്പെടുന്ന ആസ്ട്രേസി അല്ലെങ്കിൽ കോമ്പോസിറ്റ് എന്ന ഒരേ സസ്യകുടുംബത്തിൽ പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ പൂക്കളുടെയും ഇലകളുടെയും ഘടനയിൽ പ്രകൃത്യാലുള്ള ചില സാമ്യങ്ങൾ കാണാം. ഇലകളുടെ ക്രമീകരണം. തണ്ടുകളിൽ ഇലകൾ പരസ്പരം എതിർവശങ്ങളിലായി ജോഡികളായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രോമങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പച്ചയുടെയും ഷാഗി സോൾജിയറിൻ്റെയും ഇലകളിലും തണ്ടുകളിലും ചെറിയ രോമങ്ങൾ നിറഞ്ഞ പ്രതലമാണ് കാണാം. ഷാഗി സോൾജിയറിൽ ഇത് കുറച്ചുകൂടി വ്യക്തമായിരിക്കും. ഈ പടങ്ങൾ നോക്കി മനസ്സിലാക്കൂ കേട്ടോ. രോമമുള്ള പട്ടാളക്കാരൻ എന്നൊക്കെ പറയാറുണ്ട്. പൂക്കളുടെ ഘടന, പൂക്കളുടെ സ്വഭാവം. ഇവയുടെ പൂക്കൾ വളരെ ചെറുതാണ്. ഒരു പ്രധാന വ്യത്യാസം കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് വെളുത്തതോ ഇളം നീലയോ നീളമുള്ള പൂക്കളാണ്. ഷാഗി സോൾജിയറിന് നടുവിൽ മഞ്ഞ നിറമുള്ളത്. പടം കാണുമ്പോൾ അറിയാമല്ലോ. ചുറ്റും 5 വെളുത്ത ഇതളുകളുള്ള ചെറിയ ഡെയ്സി പൂക്കൾ പോലുള്ള പൂക്കളാണ്. ഈ 2 ചെടികളും നമ്മുടെ നാട്ടുകാരല്ല, അന്യദേശത്തുനിന്ന് വന്നവരാണ്. ദക്ഷിണ അമേരിക്കൻ മധ്യദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. ആക്രമണ സ്വഭാവമുള്ളവരാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കഷ്ണം എവിടെയെങ്കിലും പോയി കമ്മ്യൂണിസ്റ്റ് വെച്ചിട്ട് പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോയി വീണിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് വേര് പിടിക്കും. അല്ലെങ്കിൽ രോമമുള്ളതാണെന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ മുട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വേറെ സ്ഥലത്ത് പോയിട്ട് തങ്ങി നിന്നിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് പടർന്നു പിടിക്കും. വിൻഡ് ഡിസ്പെർസലാണ്, കാറ്റുകൊണ്ട് അത് ചെന്ന് പടർന്നു പിടിക്കും. കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് തടി ഉണ്ടെങ്കിലും, ചെറിയ കുറ്റിച്ചെടിയാണെങ്കിലും അതിന് നടുഭാഗം തടി ഉണ്ടെങ്കിലും അതിൻ്റെ ശാഖകൾ ബലമില്ലാത്ത പോലത്തതാണ്. കണ്ടമാനം പിടിക്കും. ശ്മശാനങ്ങളിൽ, വഴിയരികളിൽ, കാട്ടുപ്രദേശങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പച്ച പിടിക്കുന്നതാണ്. ഇത് വഴിയരിയിലൊക്കെ കാണാം കേട്ടോ. ഇതും അത് ഒക്കെ പറഞ്ഞ് നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്നു അല്ലേ. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഷാഗി സോൾജിയറിനെ സോൾഡർ പച്ച എന്നും പറയാറുണ്ട്. മുറിവുകളിൽ നിന്ന് ചോര വരുമ്പോൾ ഇതിൻ്റെ ഇലക്കറ പിഴിഞ്ഞൊഴിച്ചാൽ ചോര പെട്ടെന്ന് കട്ട പിടിക്കുകയും മുറിവ് കൂടുകയും ചെയ്യും. ഒരു സോൾഡറിങ്, ഇരുമ്പ് ലോഹങ്ങളെ തമ്മിൽ ഒട്ടിക്കുന്നത് പോലെ മുറിവുകളെ പെട്ടെന്ന് ഉണക്കാൻ സഹായിക്കുന്നത് കൊണ്ടായിരിക്കാം ചില പ്രദേശങ്ങൾ ഇതിന് ഈ പേര് വന്നത്. ഈ പച്ചയെ പല പേരിലാണ് അറിയുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ട്രൈഡാക്സ് പ്രൊക്കുംബൻസ് എന്നാണ്. കേരളത്തിൽ പ്രാദേശികമായി ഇത് പല പേരുകളിലും അറിയപ്പെടുന്നു. ഒടിയൻ പച്ച, ചിരുവനാക്ക്, ഇത് ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി പറയണ്ട. ഇംഗ്ലീഷിൽ ഇതിനെ കോട്ട് ബട്ടൺസ് അല്ലെങ്കിൽ മെക്സിക്കൻ ഡെയ്സി എന്ന് വിളിക്കുന്നു. വിദേശിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ വന്നിപ്പോൾ നമ്മുടെ ആൾക്കാരായിപ്പോയി. അപ്പോൾ നമുക്ക് ഉപകാരമുള്ളതുമാണ്, ഔഷധ സസ്യവുമാണ്. ഇതുപോലെ തന്നെ വിദേശത്ത് നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ കുടിയേറി പാർത്ത ഒരു ഔഷധ സസ്യമാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. ശാസ്ത്രീയ നാമം ക്രോമോലിന ഒഡോറേറ്റ്. അതാണ് കുടുംബം. ആസ്ട്രേസി കുടുംബം തന്നെ.
അമേരിക്കൻ രാജ്യങ്ങളാണ് ഇതിൻ്റെ ജന്മദേശം. എങ്കിലും ഇപ്പോൾ ഇവിടുത്തെ വലിയ ആൾക്കാരായിപ്പോയി. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നത്. കമ്മ്യൂണിസ്റ്റ് പച്ചയും ഔഷധ സസ്യമാണ്. അതും വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പേരിന് പിന്നിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിലാണ് ഈ ചെടി കേരളത്തിൽ വ്യാപകമായി കാണാൻ തുടങ്ങിയത്. അതായത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്ന അതേ വേഗതയിൽ സംസ്ഥാനത്തുടനീളം ഈ ചെടിയും പടർന്നു പിടിച്ചതാണ് ഇതിൻ്റെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേര് ലഭിച്ചതെന്ന് പൊതുവായ ഒരു വിശ്വാസമുണ്ട്. കൂടാതെ വേറൊരു വിശ്വാസം കൂടിയുണ്ട് കേട്ടോ. അത് കമ്മ്യൂണിസ്റ്റുകാർ ഒളിവിൽ താമസിച്ചിരുന്ന സമയത്ത് കാല് മുട്ടുകയോ കൈമുട്ടുകയോ അങ്ങനെയൊക്കെ ചോര വരുമ്പോഴത്തേക്കും ഇതിൻ്റെ നീരെടുത്ത് പിഴിഞ്ഞ് ഒഴിച്ച് മുറിവ് കൂട്ടാറുണ്ട്. അതും ഒരു രഹസ്യമായിട്ടുള്ള പരിപാടിയായിരുന്നു. അവർ ഒളിവിൽ താമസിക്കുകയാണല്ലോ, പുറത്താരും കാണാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പേര് വന്നതെന്നും പറയുന്നു. ഏതാണെങ്കിലും ഓരോ പേരുകളൊക്കെ ഓരോരുത്തർ ഇടുന്നതല്ലേ. നമുക്ക് ഇതെല്ലാം കേട്ടറിവും വായിച്ചറിവും മറ്റുമാണ്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയില്ല. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പച്ചയും ഔഷധ സസ്യമാണ്. ഇത് ഗാർഡനിലൊന്നും പിടിപ്പിക്കാറില്ല കേട്ടോ, പൂന്തോട്ടത്തിലൊന്നും പിടിപ്പിക്കാറില്ല. എങ്കിലും പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലകൾ കയ്യിൽ ഇങ്ങനെ ഒന്ന് തിരുമിയിട്ടുണ്ടെങ്കിൽ ഒരു ഗന്ധമാണ് വരുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഏതാണെങ്കിലും ഉപകാരികളായി മാറിയിട്ടുണ്ട്. വിദേശികളാണെങ്കിലും നമുക്കപ്പോൾ അവരെ കൂടി ഇഷ്ടപ്പെടാം. ഇത് പൂന്തോട്ടത്തിൽ വളർത്തുന്നതൊന്നും അല്ല കേട്ടോ, ഗാർഡനിലൊന്നും വളർത്താറില്ല, കാട്ടുപച്ചയൊക്കെയാണ്. എന്നാലും അതിൻ്റെ ഔഷധ ഗുണം അറിഞ്ഞിരിക്കുക. നിങ്ങൾക്കിഷ്ടമുള്ളവരെല്ലാം ഈ വീഡിയോ കാണുക. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കുപ്പുകൈയോടെ ലക്ഷ്മി ശിവു.